എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നിങ്ങൾ അറിഞ്ഞോ, പോപ്പുലർ ഫ്രണ്ട് നമ്മുടെ ഭാരതത്തിന് ഭീഷണിയാണത്രേ. ഒരു പക്ഷേ ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിക്കാനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഉദ്ദേശം. 2023 ന്യൂസ് ലോണ്ടറി, ന്യൂസ് മിനിറ്റ്, കോൺഫ്ലുവൻസ് മീഡിയ, KUWJ ഇവരൊക്കെ ചേർന്ന് കൊച്ചിയിൽ ഒരു മഹാസമ്മേളനം നടത്തുകയുണ്ടായി. ഈ സമ്മേളനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നത് കട്ടിംഗ് സൗത്ത് എന്നതാണ്. അന്ന് ആ സമ്മേളനം കേരളത്തിൽ നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഒരു പരാതിയും ഉണ്ടായില്ല, ഒരു പ്രതിഷേധവും ഉണ്ടായില്ല. അന്ന് കോൺഗ്രസിന്റെ ഒരു പ്രധാന നേതാവ് ചോദിച്ചത്, അങ്ങനെ ഒരു സമ്മേളനം നടത്തിയ അല്ലെങ്കിൽ കട്ടിംഗ് സൗത്ത് എന്നത് യാഥാർത്ഥ്യമായ എന്താണ് പ്രശ്നം എന്നാണ്. സത്യത്തിൽ അത് ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ കേരളത്തിന്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്. മതം പറഞ്ഞ് പാകിസ്ഥാൻ മുറിച്ചു വാങ്ങി, മതം പറഞ്ഞുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് വാങ്ങി. അന്ന് കാലണക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് കേരളത്തിലെ തെരുവ് വീഥികളിൽ അലറി വിളിച്ചവർ പാകിസ്ഥാൻ പകുത്തു നൽകിയപ്പോൾ അവർ പാകിസ്ഥാനിലേക്ക് പോകാതെ കേരളത്തിൽ തന്നെ പിടിച്ചു നിന്നു. എന്നിട്ടിപ്പോൾ ന്യൂനപക്ഷം ഒന്ന് ബലമായി വരുമ്പോൾ അവർക്ക് കട്ടിംഗ് സൗത്ത് വേണം. സത്യത്തിൽ ഒരു ഇന്ത്യ പാക് യുദ്ധം വന്നാൽ നമ്മുടെ ജവാന്മാർ, നമ്മളെ പട്ടാളക്കാർ പാകിസ്ഥാൻ തീവ്രവാദികളോട് യുദ്ധം ചെയ്യണം. എന്നാൽ അതിനേക്കാൾ അതിഭീകരമായി നമ്മുടെ തദ്ദേശ തീവ്രവാദികളോടും യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇടതിൻ്റെയും വലതിൻ്റെയും പിന്തുണയോടും കൂടി നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ അത്രമാത്രം തീവ്രവാദം വളർന്നു കഴിഞ്ഞു. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ എല്ലാവരുടെയും ശ്രദ്ധ സ്വാഭാവികമായിട്ടും ആ യുദ്ധത്തിലേക്കായിരിക്കും. ആ സമയത്ത് ആക്രമിച്ച്, അല്ല ഇവരാരെയൊക്കെ ആക്രമിക്കും? ഈ കമ്മികളെയും കൊങ്ങികളെയും ജിഹാദികളുടെ വാലാട്ടികളായതുകൊണ്ട് ചിലപ്പോൾ അവരെ ആക്രമിക്കാൻ തരമില്ല. പക്ഷേ അവർ ആക്രമിക്കാൻ പോകുന്നത് സർക്കാരിനെ, സർക്കാർ സംവിധാനങ്ങളെ, പോലീസിനെ, കൂടാതെ അവർ എന്നും വെറുപ്പോടെ കാണുന്ന സംഘപരിവാറിനെ, ഇവരൊക്കെ ആക്രമിച്ച് കട്ടിംഗ് സൗത്ത് യാഥാർത്ഥ്യമാക്കാനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്ലാൻ. അല്ല, അതുകൊണ്ടായിരിക്കുമല്ലോ ഏകദേശം 1000-ഓളം സംഘപരിവാർ നേതാക്കളെ, മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ശരീഅത്ത് നിയമപ്രകാരം വധിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയത്. ഏതായാലും രാജ്യത്തിന്റെ അഖണ്ഡത തകരുന്നതിന് മുന്നേ തന്നെ ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതുകൊണ്ട് നമ്മുടെയെല്ലാം ഭാഗ്യമായി എന്ന് വേണം കരുതാൻ. പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് NIA ഒരു രഹസ്യ അന്വേഷണം നടത്തിയത് കൊണ്ടും 2045 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ആശയം കണ്ടെത്തിയത് കൊണ്ടും ഈ ആശയം പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച തീവ്രവാദികളെ പിടിച്ചതുകൊണ്ടും ഭാരതത്തിന്റെ സമാധാനത്തിനും ഭരണഘടനയ്ക്കും ആത്മീയമായ ശക്തിയുണ്ട് എന്നൊരു സത്യം, ഒരു നഗ്ന സത്യം മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു. ഇല്ലെങ്കിൽ 2045 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ആശയം പ്രാവർത്തികമാക്കി ഇന്ത്യയുടെ ഭരണം മുസ്ലിം തീവ്രവാദികൾ, ജിഹാദികൾ കൈയടക്കിയിരുന്നെങ്കിൽ ഈ മതം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ശരീഅത്ത് നിയമം കൊണ്ടുവന്നേനെ. ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയ്ക്കെതിരെ കേസ് പരിഗണിക്കുന്നത് ഡൽഹിയിലെ പാട്യാല കോടതിയിലാണ്. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന എന്നാണ് NIA ഗുരുതരമായി ആരോപിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്രം നിയമപരമായി നിരോധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ബഹളമായിരുന്നു നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്ക്. അതിൽ ഏറ്റവും കൂടുതൽ മനോവിഷമം ഉണ്ടായത് മുരളീധരനായിരുന്നു. അല്ല, കോൺഗ്രസിന് മനോവിഷമം ഉണ്ടായില്ലെങ്കിലാണ് നമ്മൾ അതിശയിക്കേണ്ടത്. കാരണം മുസ്ലിം എന്നാൽ കോൺഗ്രസ് എന്നാണല്ലോ പഥ്യം. കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് തന്നെ മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ മതേതര ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നമോവാകും. പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ പ്രധാന പ്രചരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ മുസ്ലിം മതക്കാർ വളരെയേറെ അപകടത്തിലാണ്. അങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ, സംഘപരിവാറിനെതിരെ, മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും അവർ വളർത്തിയെടുക്കുകയും അങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷവും ശത്രുതയും പുലർത്തുന്ന
മുസ്ലിം യുവാക്കളെ ഇവർ തിരിച്ചറിയുകയും കണ്ടെത്തുകയും പിന്നീട് ജിഹാദിൽ പങ്കെടുക്കുന്നവരെ തീവ്രവാദികളാക്കുകയും ചെയ്യുന്നു. ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മുടെ കലക്ടറമ്മ പറയുന്നത് പോലെ അത്ര മധുരവും സൗകുമാര്യമുള്ളതുമല്ല എന്നാണ് NIA കണ്ടെത്തൽ. അവർ ബോംബ് നിർമ്മാണ സാമഗ്രികൾ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിനെ കുറിച്ചുള്ള വസ്തുതകൾ അടങ്ങിയ ലഘുരേഖകൾ, കയ്യിൽ പിടിക്കാവുന്ന മറൈൻ റേഡിയോ സെറ്റുകൾ, IS അനുകൂല വീഡിയോ അടങ്ങിയ പെൻഡ്രൈവുകൾ, വെടിമരുന്ന്, ആയുധങ്ങൾ എന്നിവയും പിടിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളിൽ നിന്ന് NIA കണ്ടെത്തിയിരുന്നു. അന്ന് കേന്ദ്രം PFI എന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചില്ലായിരുന്നു എങ്കിൽ കാഫിറുകളായ നമ്മളൊക്കെ ശരീഅത്ത് നിയമത്തിന് മുന്നിൽ ബലിയാടാകേണ്ടി വന്നേനെ. ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ, വസുദേവകൃഷ്ണന്റെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടത്. എന്നാണോ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കുന്നത്, അന്ന് ഞാൻ ധർമ്മ പരിപാലനത്തിനായി സ്വയം അവതരിക്കുക തന്നെ ചെയ്യും. ഈ കലികാല യുഗത്തിൽ തീവ്രവാദികളുടെ നഴ്സറിയെ മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു അവതാരം തന്നെയാണ് നരേന്ദ്രമോദിജി. ഇനിയും ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ നമ്മുടെയൊക്കെ സംരക്ഷണത്തിന് അവതാരം എടുക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നവർക്ക് അതിലെല്ലാവർക്കും ജയ് ഹിന്ദ്.